എന്റെ നാടായ പനയമുട്ടത്തിൽ കല്യാണത്തിന് പോയ കഥയാണ് കേട്ടോ. കല്യാണത്തിന് എന്താ പ്രത്യേകത എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് കല്യാണത്തിന് സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നത്. കൺട്രോൾ കോബ്രയും കളിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, പിന്നെ നേരെ അകത്തേക്ക്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന ടീമുകളുണ്ടോ എന്ന് ഞാൻ ഓർത്ത് പോയി. എന്തായാലും അതെല്ലാം കണ്ടു നിന്നപ്പോഴാണ് അവിടെ ഒരു തിരക്ക്. അവിടെ നോക്കിയപ്പോഴേക്കും ഒരു തിരക്ക്. നേരെ പിന്നെ അങ്ങോട്ട് വിട്ടു. അവിടെ ചായയും കടിയും എല്ലാം ചേച്ചിമാർ ഉണ്ടാക്കുന്നുണ്ട്. നാടൻ തട്ടുകാരുടെ വൈബുള്ളത് കൊണ്ട് നേരെ ഒരു ചായ അങ്ങ് ബുക്ക് ചെയ്തു. ചായ ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു കടി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. ചായയൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കട്ടൻ ചായയാണ്. ഇവിടെ ചെമ്പരത്തിപ്പൂ, അതേപോലെ തന്നെ ജവന്തിപ്പൂ, അങ്ങനെ എന്ന് വെച്ചാൽ എന്തെല്ലാം പൂക്കളിട്ട് അവർ വെള്ളം ഉണ്ടാക്കുന്നത് അവർക്ക് തന്നെ അറിയാം. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു. പോപ്കോൺ കഴിച്ച് നോക്കി കേട്ടുന്നിട്ടല്ലേ, അതേപോലെ ടേസ്റ്റാണ്. അങ്ങനെ ആ സെക്ഷൻ മുഴുവൻ കഴിച്ചിരുന്നു. അകത്തേക്ക് വന്നപ്പോൾ ലൈവ് പൊറോട്ട എന്ന് വെച്ചാൽ ചൂട് കല്ലിൽ നല്ല ചൂട് പൊറോട്ട മാത്രമല്ല, ചൂട് അപ്പം ഉണ്ടായിരുന്നു, ചൂട് ബിരിയാണി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ പൊരിച്ചത്, പിന്നെ അതേപോലെ വെജിറ്റബിൾ കറിയും, പിന്നെ അതേപോലെ തന്നെ സലാഡുകളും ഉണ്ടായിരുന്നു. മനസ്സിന് ശരീരത്തിന് ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആഹാരം കൊടുക്കാൻ എല്ലാവർക്കും പറ്റില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുന്നവരെന്ന് പറഞ്ഞാൽ അത് അപൂർവമായിട്ടുള്ള കുറച്ച് പേരാണ്. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഞാൻ ഈ കാറ്ററിംഗ് ടീമിനെ കാണുന്നത്. കാഴ്ചകളെല്ലാം കണ്ടു നിന്ന് അവസാനം ഫുഡ് തീർന്നു പോകുമല്ലെന്ന് വേവലാതിയിൽ ഞാൻ പിന്നെ വേഗം നോക്കിയില്ല, വേഗം കൊണ്ട് ഫുഡ് എടുത്ത് കഴിപ്പ് തുടങ്ങി. കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. വാനില പിസ്ത, ഇതിന്റെ എല്ലാ ഫ്ലേവറുകളും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ചെറിയ രീതിയിലുള്ള ഗാനമേളയും ഉണ്ട്. നല്ല രുചിയുള്ള ആഹാരം തരുന്ന കല്യാണരാമൻ ഇവന്റിനെ പരിചയപ്പെടലേ മോശമാണ്. അങ്ങനെ ഈ തിരക്കിനിടയിൽ ആളെ മനസ്സിലാക്കി എടുത്തു. ഇതാണ് പുള്ളി. അപ്പോൾ പുള്ളിയാണ് ഇതിന്റെ ഓണർ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം. മറ്റേ എന്ത് ഇവന്റിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ വിളിക്കാവുന്നതാണ്. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത് ഞാൻ ഉറപ്പ് നൽകുന്നു.